പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. സോഷ്യോളജിയിലെ 4th ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുന്നത് എന്നാണ് ഞാൻ ഇതുവരെ വിശദീകരിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു വിശദീകരണം എന്നോണമാണ് ഞാനിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് സോഷ്യോളജിസ്റ്റുകൾ മാർക്കറ്റിനെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായി കാണുന്നത്? രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, പ്രത്യേക സാംസ്കാരിക മാർഗങ്ങളിലൂടെയാണ് മാർക്കറ്റ് രൂപീകരിക്കപ്പെട്ടുള്ളത് എന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, വിപണികൾ സംഘടിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും പ്രത്യേക സാമൂഹിക വിഭാഗങ്ങളോ വർഗങ്ങളോ ആണ്. അവർക്ക് മറ്റു സ്ഥാപനങ്ങളുമായും സാമൂഹിക പ്രക്രിയകളുമായും ഘടനകളുമായും സവിശേഷ ബന്ധങ്ങൾ ഉണ്ട് എന്നതാണ്. രണ്ടാമത്തെ പ്രത്യേകത, സമ്പദ് വ്യവസ്ഥകൾ സമൂഹത്തിൽ ഉറപ്പിച്ചവയാണ്. അതുകൊണ്ട് തന്നെ അത് സാമൂഹിക സാമ്പത്തിക മേഖലയിൽ കാര്യമായ സ്വാധീനങ്ങൾ ചെലുത്തുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഗോത്രവർഗക്കാരുടെ ആഴ്ചച്ചന്ത കൊളോണിയൽ ഇന്ത്യയിലെ പരമ്പരാഗത ബിസിനസ് സമുദായവും അതിൻ്റെ വ്യാപാര ശൃംഖലകളും ഇതിന് ഉദാഹരണമായി സൂചിപ്പിക്കാവുന്നതാണ്. ആഴ്ചച്ചന്തകൾ കർഷക സമൂഹങ്ങളുടെ ഒരു പ്രധാന സവിശേഷതയാണെന്ന് ഞാൻ പഠിക്കുകയുണ്ടായി. കർഷക സമൂഹങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സംവിധാനത്തിൻ്റെ ഒരു കേന്ദ്ര സവിശേഷതയായിട്ടാണ് ആഴ്ചച്ചന്തകൾ, വീക്ക്ലി ഹാറ്റ്സുകൾ അറിയപ്പെടുന്നത്. നാട്ടിൻ പ്രദേശത്തുള്ള വെളിയിലുള്ള വ്യാപാരികൾ, പണമിടപാടുകാർ, കലാപ്രകടനക്കാർ, ജ്യോത്സ്യന്മാരും തുടങ്ങി വിവിധ മേഖലയിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു ഇടം എന്ന രീതിയിലും നാം മാർക്കറ്റിനെ കാണുകയുണ്ടായി. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള മാർക്കറ്റുകൾ വ്യത്യസ്ത മേഖലകളിലെയും പ്രദേശങ്ങളിലെയും സമ്പദ് വ്യവസ്ഥകളെ പരസ്പരം കൂട്ടിയിണക്കുന്ന, അവയെ ദേശീയ സമ്പദ് വ്യവസ്ഥയുമായും പട്ടണങ്ങളുമായും മെട്രോപൊളിറ്റൻ കേന്ദ്രങ്ങളുമായും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് മിക്കവാറും മാർക്കറ്റുകൾ പ്രവർത്തിക്കാറുണ്ട്. ഒരു വലിയൊരു സാമൂഹ്യ സ്ഥാപനമായിട്ടാണ് മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നത്. പ്രാദേശിക ജനത അവരുടെ കാർഷികോൽപ്പന്നങ്ങളോ വനവിഭവങ്ങളോ വിൽക്കുന്നതിനായി ഈ വിപണിയിൽ വരുന്നു. പ്രത്യേകിച്ച് എല്ലാ ഗ്രാമപ്രദേശങ്ങളുടെയും പ്രധാനപ്പെട്ട സവിശേഷത അവിടുത്തെ മാർക്കറ്റായിരിക്കും. വ്യത്യസ്ത തുറകളിലുള്ള വ്യത്യസ്ത മേഖലയിലുള്ള ആളുകൾ പല കാരണങ്ങൾക്ക് വേണ്ടി വിൽക്കാനും വാങ്ങാനും ജനങ്ങളെ കാണാനും സുഹൃത്തുക്കളെ കാണാനും പല ഉദ്ദേശങ്ങളുമായിട്ട് ഈ മാർക്കറ്റിലെത്തുന്നു. അങ്ങനെ വലിയൊരു സാമൂഹിക പ്രക്രിയ ഈ മാർക്കറ്റിലൂടെ നടക്കുകയും ചെയ്യുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് മാർക്കറ്റ് സംവിധാനത്തിന് കാതലായ മാറ്റങ്ങൾ സംഭവിച്ചു. ഉൾനാടൻ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നിയന്ത്രണത്തിലായി. ആ പ്രദേശങ്ങൾ ക്രമേണ പ്രാദേശികവും ദേശീയവുമായ സമ്പദ് വ്യവസ്ഥകളുമായി സംയോജിക്കപ്പെടുകയാണ് ചെയ്തത്. ബ്രിട്ടീഷ് അധിനിവേശത്തിന് ശേഷം ഓരോ ഗോത്രമേഖലയിലേക്കും ഓരോ ഉൾഗ്രാമങ്ങളിലേക്കും റോഡുകൾ പണിയുകയും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാവുകയും ചെയ്തതിന് ശേഷം ഗ്രാമങ്ങൾക്ക് പുറത്തുള്ള ഗോത്രമേഖലയ്ക്ക് പുറത്തുള്ള ആളുകൾ യഥേഷ്ടം ഈ മേഖലയിലേക്ക് കടന്നു വരികയും കാര്യമായ ചൂഷണത്തിന് ഗോത്രവർഗക്കാരും ഗ്രാമീണരും ഇരയാവുകയും ചെയ്തു. വനവിഭവങ്ങളും പ്രാദേശിക വിഭവങ്ങളും ചുരുങ്ങിയ ക്യാഷിന് ഇവർ കൈക്കലാക്കുകയും വലിയ കാശിന് പുറമെ നഗരങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തിരുന്നു. തുച്ഛമായ പണമാണ് ഗോത്രവർഗക്കാർക്ക് ലഭിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഗോത്രമേഖല മുഴുവനായിട്ടും വിദേശികൾക്കും വൻകിട കമ്പനികൾക്കും തുറന്നു കൊടുക്കുകയുണ്ടായി. അത് കാലക്രമേണ വലിയ ചൂഷണത്തിന്
കാരണമായി. ആ ചൂഷണം ക്രമേണ വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാവുകയും ചെയ്തു. കാലക്രമേണ വൻകിട കമ്പനികൾ ഈ ഗോത്രവർഗക്കാരുടെ ഭൂമി കൈയടക്കുകയും ക്രമേണ വനഭൂമി മുഴുവനും ഗോത്രവർഗക്കാർക്ക് നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. വനവിഭവങ്ങളും ഭൂമിയും എല്ലാം നഷ്ടപ്പെട്ടവരായി കൊടിയ ചൂഷണത്തിന് ഇരയായ വിഭാഗമായിട്ട് ഗോത്രവർഗക്കാർ മാറുകയും അവസാനം കൊടും പട്ടിണിയിലേക്ക് തള്ളപ്പെടുകയും ചെയ്തു. സാമൂഹ്യ സ്ഥാപനം എന്ന രീതിയിൽ ആൽഫ്രഡ് ഗെൽ ദൊരൈ വില്ലേജിലെ ബസ്താർ ഗോത്രവിപണിയെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. ബസ്താർ ജില്ലയിലെ ആഴ്ചച്ചന്തയെക്കുറിച്ചുള്ള പഠനം ഈ മാറ്റങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പ്രാദേശിക ഗോത്ര സമ്പദ് വ്യവസ്ഥയും ബാഹ്യലോകവും തമ്മിലുള്ള ബന്ധം, ആദിവാസികളും മറ്റുള്ളവരും തമ്മിലുള്ള ചൂഷണാത്മകമായ സാമ്പത്തിക ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് ഈ പഠനം വളരെ സഹായിച്ചിട്ടുണ്ട്. പ്രശസ്ത ആന്ത്രോപോളജിസ്റ്റായ ആൽഫ്രഡ് ഗെൽ ദൊരൈ ഗ്രാമത്തിൽ പഠനം നടത്തുകയുണ്ടായി. അദ്ദേഹം വിപണിയുടെ സാമൂഹ്യ പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ പഠനം നടത്തിയത്. ദൊരൈ ഗ്രാമത്തിലെ വിപണിയുടെ രൂപരേഖ അദ്ദേഹം തയ്യാറാക്കുകയുണ്ടായി. സാമൂഹ്യ വിഭാഗങ്ങൾക്കിടയിലുള്ള ശ്രേണീകരണം വിപണിയിലും പ്രതിഫലിച്ചതായിട്ട് അദ്ദേഹം മനസ്സിലാക്കുകയുണ്ടായി. ഓരോ സാമൂഹ്യ വിഭാഗത്തിനും വിപണിയിൽ ഇടം ലഭിക്കുന്നതിന് ജാതി ശ്രേണിയിലും സാമൂഹ്യ ശ്രേണിയിലും അവർക്കുള്ള സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. സമ്പന്നരും ഉയർന്ന പദവിക്കാരുമായ രജപുത്ര ആഭരണ വ്യാപാരികളും ഇടത്തരം പദവിയിലുള്ള പ്രാദേശിക ഹിന്ദു വ്യാപാരികളും വിപണിയുടെ കേന്ദ്ര സ്ഥാനങ്ങളിലാണ് സ്ഥാനം പിടിച്ചത്. അതേസമയം ഗോത്രവിഭാഗങ്ങൾ, പച്ചക്കറികളും മൺപാത്രങ്ങളും മറ്റും വിറ്റിരുന്ന ഗോത്രവിഭാഗങ്ങൾ ഈ മാർക്കറ്റിൻ്റെ ഓരങ്ങളിലാണ് ഇടം ലഭിച്ചത്. ഇങ്ങനെ സമൂഹത്തിലെ ശ്രേണീകരണവും മാർക്കറ്റിലും പ്രതിഫലിച്ചിരുന്നു. അവരുടെ വിൽപ്പന കേന്ദ്രത്തിലും അവരുടെ സ്ഥാനം നിർണ്ണയിക്കപ്പെട്ടിരുന്നു എന്ന് ആൽഫ്രഡ് ഗെൽ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തെക്കുറിച്ച് പഴയ പഠനവുമുണ്ട്, പുതിയ പഠനങ്ങളും നടക്കുകയുണ്ടായി. പഴയ പഠനങ്ങൾ പ്രധാനമായും സൂചിപ്പിക്കുന്നത് കോളനി വാഴ്ചയ്ക്ക് മുമ്പുള്ള ഇന്ത്യ പരിവർത്തനരഹിതമായിരുന്നു, സ്വയം പര്യാപ്തമായിരുന്നു, കമ്പോളരഹിതമായ കൈമാറ്റങ്ങളാണ് അവിടെ നിലനിന്നിരുന്നത്, പണസമ്പത്ത് വ്യവസ്ഥ നിലവിലുണ്ടായിരുന്നില്ല എന്നീ വാദഗതികളായിരുന്നു. എന്നാൽ പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കോളനി വാഴ്ചയുടെ തൊട്ട് മുമ്പ് തന്നെ ഭൂനികുതി പണമായി ഈടാക്കുന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ചിരുന്നു. പുതിയ പഠനങ്ങൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. പണം ഉപയോഗിച്ചുകൊണ്ടാണ് വ്യാപാരം നടത്തിയിരുന്നത്. ജജ്മാനി വ്യവസ്ഥ പോലെയുള്ള കമ്പോളരഹിത കൈമാറ്റ വ്യവസ്ഥകൾ ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും പ്രദേശങ്ങളിലും നിലനിന്നിരുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ധാരാളം ഗ്രാമങ്ങൾ വ്യാപകമായി കൈമാറ്റ ശൃംഖലയുടെ ഭാഗമായി മാറുകയും ചെയ്തിരുന്നു. വിപുലമായ വ്യാപാര ശൃംഖലകൾ കോളനി വാഴ്ചയ്ക്ക് മുമ്പുള്ള ഇന്ത്യയിൽ നിലനിന്നിരുന്നുവെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇക്കാലത്തെ പ്രമുഖമായ തദ്ദേശീയ വ്യാപാര ശൃംഖലയുള്ള ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയായിരുന്നു തമിഴ്നാട്ടിലെ നാട്ടുകോട്ടൈ ചെട്ടിയാർമാർ എന്നറിയപ്പെടുന്ന നഗരത്താർമാർ. അവരുടെ ഫാമിലി കിൻഷിപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ കൃത്യമായൊരു ബാങ്കിങ് സിസ്റ്റം വ്യവസ്ഥാപിതമായി പ്രവർത്തിപ്പിച്ചിരുന്നു.
കുടുംബാംഗങ്ങളൊക്കെ വ്യാപാര മേഖലയിൽ സജീവമായിട്ടുണ്ടായിരുന്നു. കൃത്യമായ പണമിടപാടുകൾ അവർ നടത്തുകയും ചെയ്തിരുന്നു. ഒരു ഇൻഡിജിനസ് ക്യാപിറ്റലിസമായിരുന്നു അവരുടേതെന്ന് അഭിപ്രായപ്പെടുന്നു. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥ അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം വളരെ അടുത്ത ബന്ധമാണ് ജാതി വ്യവസ്ഥയ്ക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും തമ്മിലുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയെല്ലാം 4 വർണ്ണങ്ങളിൽ പ്രധാനപ്പെട്ട വൈശ്യവിഭാഗമായിരുന്നു വ്യാപാര മേഖല കൈയടക്കിയിരുന്നത്. അതേസമയം തന്നെ മറ്റു ചില വിഭാഗങ്ങളും അക്കാലത്ത് വ്യാപാര മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നു. പാർസികൾ, സിന്ധികൾ, ബൊഹറകൾ, ജൈനകൾ തുടങ്ങിയ മറ്റു മത സമുദായങ്ങളും ഈ വ്യാപാര മേഖലയിൽ സജീവമായി ഇടപെട്ട വിഭാഗങ്ങളാണ്. മിക്കവാറും വ്യാപാര മേഖലയിലും വലിയ ഉന്നത തൊഴിൽ മേഖലയിലൊക്കെ ഉയർന്ന ജാതിയുടെ അടിസ്ഥാനത്തിലാണ് നിർണ്ണയിക്കപ്പെട്ടിരുന്നത്. ജന്മിമാരെല്ലാം ഉയർന്ന ജാതിയിൽപ്പെട്ടവരായിരുന്നു. ഭൂമി കൂടുതലായിട്ടും ഉണ്ടായിരുന്നതും ഉയർന്ന ജാതിക്കാർക്കായിരുന്നു. എന്നാൽ ഉപ്പ് വ്യാപാരത്തിൽ താഴ്ന്ന ഗോത്ര വിഭാഗമായ ബഞ്ചാരാസാണ് വ്യാപാരം നടത്തിയിരുന്നത് എന്നും കാണാവുന്നതാണ്.